ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 25-ാമത്തെ വാക്യം. മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സ് ഇടിയുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് തകരുന്നത് മനോവ്യസനം കാരണമാണ്. എന്താണ് മനോവ്യസനം? മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന വൈഷമ്യങ്ങളെ മറ്റൊരു വ്യക്തിയുമായി പങ്കുവെച്ച് തൻ്റെ മനസ്സിൽ അത് കുടിയിരിക്കാതെ മനസ്സിനകത്ത് നിന്നും ആരോടെങ്കിലും പങ്കുവെച്ച് അത് പുറത്തു കളയുമ്പോൾ അത് മനോവ്യസനമായി നിൽക്കാതെ ആ മനുഷ്യൻ സ്വതന്ത്രനായി തീരുവാനിടയായിത്തീരും. എന്നാൽ തൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഏതെങ്കിലും നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, വിഷയങ്ങൾ, സംഭവങ്ങൾ അത് മനുഷ്യരോട് പറയുവാൻ കഴിയാതെ മനുഷ്യരോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളുകളിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്തിട്ട് ആരോടും പറയാതെ അതിനെ ഉള്ളിൽ ഒതുക്കി വെച്ച് അത് ആ ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നത് മുഖാന്തരം പിന്നത്തേതിൽ ഉറക്കം നഷ്ടപ്പെടുകയും സമാധാനമില്ലായ്മയിലേക്ക് എത്തിക്കുകയും മാത്രമല്ല മറ്റുള്ളവരോട് സംസാരിക്കുവാൻ പോലും താല്പര്യമില്ലാത്ത അനുഭവങ്ങൾ, ഒരു ഭാഗത്ത് സ്വയമേ ഒതുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ ഉള്ള മനുഷ്യൻ ഒന്നിനോടും താല്പര്യമില്ലാതെ എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും എന്ത് ചെയ്താലും അതിൽ ഒരു സന്തോഷം കണ്ടെത്തുവാൻ കഴിയാതെ എല്ലാറ്റിലും നിരാശ അനുഭവിച്ച് മുന്നോട്ട് കടന്നു പോകും. അങ്ങനെയുള്ള മനുഷ്യൻ്റെ മനസ്സ് ഇടിയുന്ന വിഷയങ്ങളുടെ നടുവിൽ അത് പറയുവാൻ ഒരു വ്യക്തി ഇല്ല ഒരു ദൈവ പൈതൽ ഭാരപ്പെടുവാൻ പാടില്ല. നമ്മുടെ സങ്കടങ്ങൾ എല്ലാം തുറന്നു പറയുവാൻ കഴിവുള്ള ഒരു സ്ഥലമുണ്ട്. അത് കുമ്പസാരക്കൂടല്ല, യേശുക്രിസ്തുവിൻ്റെ പാദപീഠമാണ്. നമ്മുടെ ഏത് സങ്കടങ്ങളും പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീരോടെ കർത്താവിനോട് അറിയിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മനസ്സിൻ്റെ ഇടിവുകളെ മാറ്റി, തകർച്ചകളെ മാറ്റി പണിയുവാനിടയായിത്തീരും. എന്താണ് അവിടെ ദൈവത്തിൻ്റെ പണി? ആ 25-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ഏതിനെ? തകർന്ന ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തകർന്ന ഹൃദയത്തെ പണിയുന്നു എന്ന് സാരം. എന്താണ് തകർന്ന ഹൃദയത്തെ പണിയുന്ന നല്ല വാക്ക്? ആ നല്ല വാക്ക് ഇതാണ്: ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ആര് കൈവിട്ടാലും കൈവിടാത്ത, ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, ആരൊറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടാത്ത ആ ഒരു നല്ല കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ കൂടെയുണ്ട്. ആ നല്ല വാക്ക് കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന വാക്കാണ്. മനസ്സിൻ്റെ ഭാരങ്ങൾ ആരോടും പറയുവാൻ കഴിയാതെ മനസ്സ് തകർന്ന അനുഭവവുമായി മുന്നോട്ട് കടന്നു പോകുന്ന, ദൈവവചനപ്രകാരം ജീവിതം നയിക്കുന്ന വിശ്വാസിയെ ഈ പ്രഭാതത്തിൽ നാം മറന്നു പോകുന്നൊരു കാര്യം, നമ്മുടെ മനസ്സ് തകരുന്നതിൻ്റെ കാരണം നമ്മുടെ സങ്കടങ്ങൾ ഉള്ളതുപോലെ കർത്താവിനോട് പറയുവാൻ കഴിയാത്തതാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ സങ്കടങ്ങളെ ദൈവത്തോട് പറയാം. ആ നല്ല വാക്ക്, കർത്താവ് കൂടെയുണ്ടെന്നുള്ള നല്ല വാക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. എന്നോ എപ്പോഴോ എവിടെ നിന്നോ ആരിൽ നിന്നോ കേട്ട ഏതോ ചില വാക്കുകൾ, ചില സംഭവങ്ങൾ ഹൃദയത്തെ വല്ലാതെ തകർത്ത് നിരാശയിലാഴ്ത്തി ആരോടും സംസാരിക്കാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന, മറ്റുള്ളവരിൽ നിന്ന് അകന്നിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളെ ഈ പ്രഭാതത്തിൽ ദൈവം കാണുന്നുവല്ലോ. അവരുടെ ജീവിതത്തിൽ സമൂലമായൊരു മാറ്റം ഈ നിമിഷം കർത്താവ് വരുത്തേണ്ടതിന് അവരുടെ തകർന്ന മനസ്സുകളെ കർത്താവ് പണിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനും ആര് കൈവിട്ടാലും കൈവിടാതെ കൂടെയുള്ള കർത്താവിനെ ജീവിതത്തിൽ അനുഭവിച്ച് മുന്നോട്ട് കടന്നു പോകുവാൻ ഓരോരുത്തർക്കും കൃപ നൽകും. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ഹല്ലേലൂയ, വ്യക്തികളെ, ഹൃദയങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ആ ഭാരങ്ങളും ചിന്തകളും ദുഷ്ടശക്തികളും വ്യക്തികളിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങി മാറിപ്പോകട്ടെ. ജനം സ്വതന്ത്രമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരും വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ.